ലോകകപ്പിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ച് ആദ്യ ജയം സ്വന്തമാക്കി സ്പെയിൻ. സൗദിയെ എതിരില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ രാജകീയമായ തിരിച്ചുവരവ്. കേപ്പ് വെർദെക്കെതിരെ കണ്ട സ്പെയിൻ ആയിരുന്നില്ല സൗദിക്കെതിരെ. തുടക്കം മുതൽ ആക്രമണം. ആദ്യ 11-ൽ കൗമാരതാരം ലാമിൻ യമാൽ എത്തിയതോടെ കളി മാറി. സൗദി പ്രതിരോധ നിരയെ ഓരോ സെക്കൻഡിലും വെല്ലുവിളിച്ച് ലാ റോജ. സ്പെയിനിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ സൗദി 10-ാം മിനിറ്റിൽ തലകുനിച്ചു. കൗണ്ടർ അറ്റാക്കിൽ ഇടതു വിങ്ങിൽ നിന്ന് മൈക്കൽ ഓയർസബാലിന്റെ ക്രോസിൽ ലാമിൻ യമാലിന്റെ ലോകകപ്പിലെ ആദ്യ ഗോൾ. ഗോളിന് പിന്നാലെ സ്പെയിൻ മുന്നേറ്റ നിര സൗദിയുടെ പോസ്റ്റിലേക്ക് ഇരമ്പിയെത്തി. 21-ാം മിനിറ്റിലെ കോർണറിൽ ഒയർസബാൽ വല കുലുക്കി. 3 മിനിറ്റിനകം ഒയർസബാൽ വീണ്ടും ലക്ഷ്യം കണ്ടു. ലബോർട്ടയുടെ ഹെഡറിൽ ഒയർസബാലിന്റെ ഇടംകാലൻ ഷോട്ട് സൗദി വല തുളച്ചു കയറി. ആദ്യ പകുതിയിൽ സ്പെയിൻ 3 ഗോളിന് മുന്നിൽ. രണ്ടാം പകുതി ആരംഭിച്ച് മിനിറ്റുകൾക്കകം സെൽഫിലൂടെ സ്പെയിൻ ലീഡ് 4 ആക്കി. മാർക്ക് കുക്കറേയയുടെ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റിയെങ്കിലും സൗദി താരം ഹസന്റെ ദേഹത്ത് തട്ടി സ്പെയിന്റെ 4-ാം ഗോൾ. പിന്നീട് അങ്ങോട്ട് സ്പെയിൻ തുടർ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും വല കുലുക്കാനായില്ല. ഈ മത്സരത്തിന് മറ്റൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ഡിലാ ഫുവന്റെയുടെ 65-ാം പിറന്നാൾ ദിനമായിരുന്നു മത്സര ദിവസം. കോച്ചിന് പിറന്നാൾ മധുരവും നൽകി വിമർശകരുടെ വായടപ്പിച്ച ലാ റോജ അപരാജിത കുതിപ്പ് 32-മാക്കി. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.